മുർഷിദാബാദ് കലാപത്തിനിടെ CPIM പ്രവർത്തകരായ അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ 13 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. കലാപശ്രമം, സംഘം ചേർന്നുള്ള കൊലപാതകം, ആയുധം കൈവശം വെക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. സ്വാതി, പറയൂ, എന്തൊക്കെയാണ് കുറ്റപത്രത്തിൽ ചുമത്തിയ പ്രധാന കുറ്റങ്ങൾ? വിനിഷ, ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിനിടെയാണ് CPM പ്രവർത്തകരായിട്ടുള്ള അച്ഛനും മകനും കൊല്ലപ്പെട്ടത് മുർഷിദാബാദിൽ. ഇത് വലിയ വർഗീയ കലാപത്തിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും ഈ സംഭവത്തിൽ ഇരുവരുടെയും കൊലപാതകം സംബന്ധിച്ച കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. കുറ്റപത്രത്തിൽ 13 പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത്, കോടാലി ഉപയോഗിച്ചുകൊണ്ട് ഇരുവരെയും വെട്ടിക്കൊലപ്പെടുത്തിയെന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കുറ്റപത്രം ചുമത്തിയതിൽ ഏറ്റവും പ്രധാനമായി ുള്ള കുറ്റങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ശ്രമമാണ്. വീട്ടിനുള്ളിൽ കയറിക്കൊണ്ട് അതിക്രമിച്ചു കയറിക്കൊണ്ട് കലാപശ്രമം അഴിച്ചുവിട്ടു. അതോടൊപ്പം തന്നെയും സംഘം ചേർന്നുള്ള കൊലപാതകം തുടങ്ങി നിരവധിയായിട്ടുള്ള കുറ്റങ്ങളാണ് ഈ കുറ്റപത്രത്തിൽ ചുമത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ കലാപത്തിന്റെ ഒക്കെയും പശ്ചാത്തലത്തിൽ BJPയും തൃണമൂലും മുർഷിദാബാദിലടക്കം വലിയ കലാപശ്രമങ്ങൾ ഉണ്ടാക്കുകയും അത് വർഗീയ വിഭജനത്തിലേക്ക് അടക്കം കൊണ്ടുപോകുന്ന തരത്തിലേക്ക് ഈ ഒരു വിഷയത്തെ മാറ്റി തീർക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ടും ഈ സംഭവവുമായി ബന്ധപ്പെട്ടും അവർക്കെല്ലാം പങ്കുണ്ടെന്ന് എന്നുള്ള ആരോപണമൊക്കെയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. ഈ അന്വേഷണ സംഘം ഇപ്പോൾ ഈ TMCയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി സ്വാതി, മുർഷിദാബാദ് കലാപത്തിനിടെ CPIM പ്രവർത്തകരായ അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ 13 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.